ഹലോ, സന്തോഷ് പണ്ഡിറ്റ് ഷോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ആഴ്ച നമ്മൾ വളരെ നല്ലൊരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ പത്രം നോക്കിയാൽ അറിയാം, ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും ഒക്കെ വില 2 രൂപ 40 പൈസ വെച്ച് കുറച്ചു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ ഇപ്പോൾ പെട്രോളിന് 9 രൂപ 36 പൈസ കുറച്ചു, ഡീസലിനാണെങ്കിൽ 5 രൂപ 60 പൈസ കുറച്ചു. വളരെ നല്ല ന്യൂസാണ്, കാരണം അപൂർവമായിട്ട് ഇമാതിരി ന്യൂസൊക്കെ കാണാനേ കിട്ടും. പക്ഷേ ഇവിടെ ഒരു സംശയം ഇവിടെ എപ്പോഴും ബാക്കി നിൽക്കും. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇപ്പം നമ്മളുടെ എനിക്ക് തോന്നുന്നു പഴയ സർക്കാരും പുതിയ സർക്കാരും പൊതുവിൽ സ്വീകരിച്ചൊരു നയം ഒന്ന് തന്നെയായിരുന്നു. എല്ലാ മാസവും 50 പൈസ വെച്ച് ഇതിനെല്ലാം വില വർദ്ധിപ്പിക്കുക എന്നൊരു തിയറിയായിരുന്നു. അങ്ങനെ ഓരോ തവണയും ഈ 50 പൈസ കൂടുന്നതിനനുസരിച്ചിട്ട് അരിയുടെ വില കൂടി, ഉള്ളിയുടെ വില കൂടി, എല്ലാ ആവശ്യ സാധനങ്ങളുടെ വിലയും കൂടി. ഓട്ടോ ചാർജ് വർദ്ധിച്ചു, ദിവസം നമ്മൾ ഒരിക്കലെങ്കിലും ഉപയോഗിക്കുന്ന ബസ്സിൻ്റെ ചാർജ് വർദ്ധിച്ചു, റെയിലിൻ്റെ ചാർജ് വർദ്ധിച്ചു, അതും 14%. അപ്പോൾ ഇതിൻ്റെ ഒക്കെ വില്ലൻ ആരായിരുന്നു? ഈ അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടുന്നത് കൊണ്ടാണ് അത്ര ഈ വിലയെല്ലാം കൂടുന്നത്. ശരി, സംഭവിച്ചു. ഇപ്പോഴാ ആ വില്ലൻ 10 മടക്കിയിരിക്കുകയാണ്. കണ്ടോ, ആഗസ്റ്റ് മാസം മുതൽ പെട്രോളിന് 10 രൂപ കുറച്ചു, ഡീസലിനെ 6 രൂപയോളം കുറച്ചു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 15% കുറഞ്ഞിരിക്കുക. നിങ്ങൾക്ക് എന്നെ നോക്കിയാൽ അറിയാൻ പറ്റും. കൂട്ടുമ്പോൾ എല്ലാവരും ബഹളം വെക്കുന്നു, സമരം നടത്തുന്നു, എന്നിട്ട് അതിൻ്റെ ലോജിക്ക് പറയുന്നു ഇതാ കൂടി, അതുകൊണ്ട് ഞങ്ങൾക്കും കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നു. ഈ കുറയുമ്പോൾ എന്താ ആരും പറയാത്തത്? അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. മാത്രമല്ല, പത്രം വായിച്ചതെന്ന് മനസ്സിലാകുന്നതാണ്, ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കും, ഇനി വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, അതിന് കുറഞ്ഞേ വരുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ്, തീർച്ചയായിട്ടും ഇനിയും കുറഞ്ഞു വരുന്നത്. അപ്പം ഡീസലിനും പെട്രോളിനൊക്കെ ഓൾമോസ്റ്റ് ഒരു 15% വില കുറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടൊരു സംശയം, അതിനനുസരിച്ച് നമ്മുടെ നിത്യോപസാധനങ്ങൾക്കും വില കുറയില്ല. 15% മുമ്പ് കൂട്ടിയതാണ്, പോട്ടെ, അതേപോലെ കുറയ്ക്കണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു അതിമോഹമായി വേണ്ട. ഒരു 5% ഈ കൂട്ടിയ സാധനങ്ങൾക്കൊന്ന് വില കുറച്ചുകൂടെ എന്ന് സാധാരണ മനുഷ്യന്മാർക്ക് വേണ്ടി എല്ലാ അധികാരികളോടും വളരെ വിനീതമായി ഒരു ചെറിയ അപേക്ഷ നൽകുക. അപ്പോൾ അടുത്ത ആഴ്ച ഒരു കിടിലൻ സബ്ജക്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് ഷോ കാണാൻ മറക്കരുത്.